വി.ഡി. സതീശൻ ഉറച്ചു നിൽക്കുകയാണ് എം.എൽ.എ. സ്ഥാനത്ത് തുടരും മുഖ്യമന്ത്രിയാക്കിയില്ലെങ്കിൽ എന്ന്. അതോടൊപ്പം തന്നെ കെ സുധാകരന്റെ ഒരു നീക്കം കൂടി ഇതിനിടയിൽ വന്നുവല്ലോ. കെ.സി. വേണുഗോപാലിന് അനുകൂലമായിട്ട് ഹൈക്കമാൻഡിന് കത്ത് നൽകുക എന്നുള്ള കാര്യം, ഇതും പാർട്ടിയിൽ ഒരു തർക്കത്തിനിട നൽകിയിരിക്കുകയല്ലേ? ഈ മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കുന്നതിനുള്ള ഈ ഒരു പ്രക്രിയ നടക്കുന്നതിനിടെ ഇത്തരത്തിലുള്ള നീക്കങ്ങൾ വരുമ്പോൾ ഇന്ദിരാഭവനിലെ കൂടിക്കാഴ്ചയ്ക്ക് മുന്നോടിയായാണ് പ്രവർത്തക സമിതി അംഗമായ കെ സുധാകരൻ ഉൾപ്പെടെയുള്ള നേതാക്കളുമായി ഹോട്ടലിൽ വെച്ച് ഹൈക്കമാൻഡ് പ്രതിനിധികൾ ചർച്ച നടത്തിയത്. അതിനിടയിലാണ് സുധാകരൻ ഒരു കത്ത് ഹൈക്കമാൻഡിന് കൈമാറിയിരിക്കുന്നത്. ആ കത്തിൽ കെ.സി. വേണുഗോപാലിനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കൊണ്ടുവരണമെന്നാണ് സുധാകരൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് വിവരമാണ് പുറത്തു വരുന്നത്. അതിനേക്കാളേറെ നാടകീയമായ കാര്യം, ഈ കത്ത് നൽകിയതിന് ശേഷം പുറത്തു വന്ന സുധാകരൻ നടത്തിയ പ്രതികരണമാണ്. പാർട്ടിയിൽ ഒരുപാട് സതീശന്മാരുണ്ട്, അതുകൊണ്ട് ഒരു വ്യക്തിയിലേക്ക് മാത്രമെല്ലാം ചുരുക്കേണ്ട എന്ന തരത്തിൽ സുധാകരന്റെ ഭാഗത്തു നിന്ന് നടത്തിയ പരാമർശം കൃത്യമായൊരു സൂചനയാണ്. ആ സൂചനയെ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെയാണ് രാഷ്ട്രീയമായ അഭ്യൂഹങ്ങൾ ഏറുന്നതും. അങ്ങനെയെങ്കിൽ മുതിർന്ന നേതാക്കൾ, അതായത് ഇപ്പോൾ കൂടുതൽ നേതാക്കൾ പുറത്തേക്ക് വരുന്നുണ്ട്. ഒരുപക്ഷെ പ്രതികരണങ്ങൾ ഉണ്ടാകാൻ തന്നെയാണ് സാധ്യത. ഐ സി ബാലകൃഷ്ണനാണ് ഇപ്പോൾ മാധ്യമങ്ങളോട് മറുവശത്ത് സംസാരിക്കുന്നത്. അദ്ദേഹത്തിന്റെ പ്രതികരണം ചോദിക്കുന്ന കാര്യങ്ങൾ അത് തീർച്ചയായിട്ടും ഹൈക്കമാൻഡിന് അറിയാം. ഹൈക്കമാൻഡ് അർഹനായ യോഗ്യനായ ഒരു മുഖ്യമന്ത്രിയെ കേരളത്തിൽ പ്രഖ്യാപിക്കും. അല്ലാതെ നമ്മളോട് പറയില്ലല്ലോ, നമ്മളൊക്കെ ജൂനിയർ അല്ലേ. അല്ല, അത് അറിയില്ല, ഇത്തരം കാര്യങ്ങളെ കുറിച്ചൊന്നും പറഞ്ഞില്ല. അതവരെ പ്രഖ്യാപിക്കും. എന്തായിരുന്നാലും അധികം വൈകില്ല എന്നാണ് നേതാക്കളുടെ ഇടപെടലിലും സംസാരത്തിലും മനസ്സിലായത്. ആര്, എന്തുകൊണ്ട്? ഇതാണ് എം.എൽ.എമാരോട് ഹൈക്കമാൻഡ് നിരീക്ഷകർ ചോദിക്കുന്നത്. ആരെ മുഖ്യമന്ത്രിയാക്കുവാനാണ് നിങ്ങൾക്ക് താല്പര്യം, അത് എന്തുകൊണ്ട്? ഈ രണ്ട് ചോദ്യങ്ങളാണ് എം.എൽ.എമാരോട് ചോദിക്കുന്നത്. ഹൈക്കമാൻഡിൽ നിന്ന് നിരീക്ഷകരായി എത്തിയ മുകുൾ വാസ്നിക്കും അജയ് മാക്കനും ഏകദേശം പകുതിയിലേറെ എം.എൽ.എമാരിൽ നിന്ന് ഇതിനകം അഭിപ്രായം സ്വരൂപിച്ചു കഴിഞ്ഞു ഹൈക്കമാൻഡ് പ്രതിനിധികൾ. അതിനുശേഷം ഹൈക്കമാൻഡിന് റിപ്പോർട്ട് നൽകും. ഡാൻ കുര്യൻ തുടരുന്നുണ്ട്. ഡാൻ, ഇത് വളരെ രസകരമായ ഒരു പ്രക്രിയയാണ് സാധാരണ നടക്കുന്നത്. ഇത്തവണയും അങ്ങനെ തന്നെ പോകുന്നു. 2021 പ്രതിപക്ഷ നേതാവിനെ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയും ഇങ്ങനെയൊരു അഭിപ്രായ രൂപീകരണം നടന്നിരുന്നു. പക്ഷേ രമേശ് ചെന്നിത്തല ഇപ്പോഴും പറയുന്നത് അന്ന് എനിക്കായിരുന്നു പിന്തുണ കൂടുതൽ, പക്ഷേ അവസാനം ഹൈക്കമാൻഡ് തീരുമാനം വന്നപ്പോൾ അത് മറ്റൊരാൾക്ക്, സതീശന് അനുകൂലമായി വന്നു എന്നാണ്. അപ്പോൾ ഇത്തവണ അങ്ങനെ വരുന്നത് നല്ലതാണ് എന്ന് കാണുന്നവരാണല്ലോ വി.ഡി. സതീശനും രമേശ് ചെന്നിത്തലയും. ഇതിലെടുത്തു പറയുന്ന കാര്യം, അസാധാരണമായ ഒരു സാഹചര്യത്തിലാണ് 2021 പാർട്ടിക്ക് ഭരണത്തിലേക്ക് കടന്നു വരാൻ കഴിയാതിരിക്കുന്ന ഒരു സാഹചര്യമുണ്ടായത്. കോവിഡ് മഹാമാരി ഉണ്ടാക്കിയ പ്രതിസന്ധിയാണ് സർക്കാരിനെതിരെ പ്രതിപക്ഷം ഉന്നയിച്ച ആരോപണങ്ങളെക്കാൾ പൊതുജനം ചർച്ച ചെയ്തത്. അതുകൊണ്ട് തന്നെയാണ് അന്ന് ഭരണത്തിലേക്ക് തിരികെ വരാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായത്. അത് വ്യക്തിപരമായി തൻ്റെ ഒരു കുറവ് കൊണ്ടല്ല. 5 മന്ത്രിമാർ താൻ നടത്തിയ പ്രതിഷേധങ്ങളുടെ പശ്ചാത്തലത്തിൽ രാജിവെക്കുന്ന സാഹചര്യം താൻ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ ഉണ്ടായി എന്ന കാര്യമൊക്കെയാണ് രമേശ് ചെന്നിത്തല നേതൃത്വത്തിന് മുമ്പിൽ വിശദീകരിച്ചിരിക്കുന്നത്. എന്തായാലും അന്ന് മുതിർന്ന നേതാവായിരുന്ന ഉമ്മൻചാണ്ടി ഉൾപ്പെടെയുള്ളവരുടെ താല്പര്യം രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് തുടരണം എന്ന് തന്നെയായിരുന്നു. പക്ഷേ അന്നത്തെ അസാധാരണമായ ഒരു സാഹചര്യത്തിൽ കെ.സി. വേണുഗോപാലിന്റെ കൂടി പിന്തുണയിലാണ് വി.ഡി. സതീശൻ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് എത്തുന്ന സാഹചര്യം ഉണ്ടായത്. പക്ഷേ ഇപ്പോൾ നാം കാണുന്നത് അന്ന് വി.ഡി. സതീശനെ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് എത്തിക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ച കെ.സി. വേണുഗോപാൽ തന്നെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കടന്നു വരാനായി വലിയ സജീവമായ നീക്കം നടത്തിക്കൊണ്ടിരിക്കുന്നു. അവിടെ ഒരു തരത്തിലും സതീശനുമായോ സതീശൻ പക്ഷമായോ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്നുകൂടി കെ.സി. പക്ഷം വ്യക്തമാക്കുന്ന സാഹചര്യമാണ്. അങ്ങനെ ഒരു അസാധാരണമായ സാഹചര്യത്തിലാണ് ഔദ്യോഗികമായ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി ഹൈക്കമാൻഡ് പ്രതിനിധികൾ ഇന്ദിരാഭവനിലെത്തുകയും 63 എം.എൽ.എമാരെയും നേരിൽ കണ്ട് അവരുടെ അഭിപ്രായം തേടുകയും ചെയ്യുന്ന പശ്ചാത്തലമുണ്ടായിരിക്കുന്നത്. അതിനിടയിലാണ് സതീശൻ നിർണായകമായ നിലപാട് അവരെ അറിയിച്ചിരിക്കുന്നത്. അദ്ദേഹം എടുത്തു പറയുന്ന കാര്യം, കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ താൻ നടത്തിയ ഇടപെടലുകളാണ് UDF-നെ ഇങ്ങനെ ഒരു വലിയ വിജയത്തിലേക്ക് നയിച്ചതെന്നാണ്. പക്ഷേ അതിനെ പ്രതിരോധിച്ചുകൊണ്ട് മറ്റ് ചേരിയിലുള്ളവർ വ്യക്തമാക്കുന്നത് പ്രതിഫലിച്ചത് ഇടതുവിരുദ്ധ വികാരമാണ്, പിണറായി വിരുദ്ധ വികാരമാണ്. അതുകൊണ്ടാണ് പാർട്ടി കോട്ടകളിൽ പോലും ചരിത്രത്തിൽ ആദ്യമായി, കേരളം രൂപീകൃതമായതിനു ശേഷം ആദ്യമായി കണ്ണൂരിലെ പയ്യന്നൂരിലടക്കം UDF-ന് ജയിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമുണ്ടായത്. അതിനപ്പുറത്തേക്ക് അതൊരു വ്യക്തിയിൽ മാത്രം ചുരുക്കേണ്ടതില്ലെന്ന് സതീശനെ വെട്ടുവാനുള്ള നീക്കങ്ങൾ അണിയറയിൽ സജീവമാണ്.
കൂടുതൽ MLA-മാർ KC വേണുഗോപാലിന് അനുകൂലമായി പറയുമെന്നുള്ള കാര്യം ഏതാണ്ട് വ്യക്തമാണ്. അതിനപ്പുറത്തൊരു കാര്യം സംഭവിക്കാൻ പോകുന്നില്ല. പക്ഷേ ഹൈക്കമാൻഡ് അതേ രീതിയിൽ തന്നെ നിലപാടെടുക്കുമോ? VD സതീശൻ കടുത്ത തീരുമാനത്തിലേക്ക് വന്നിരുന്നു. ഒരു കാര്യം കൂടി ഡാൻ, VD സതീശൻ അനുകൂലികൾ പ്രകടനം നടത്തും എന്നുള്ള ഒരു കാര്യം കൂടിയുണ്ട് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ. അങ്ങനെ സംഭവിക്കുവാനും സാധ്യത കാണുന്നുണ്ടല്ലോ അല്ലേ? മലബാർ മേഖലയിലടക്കം അത്തരത്തിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടാകും. തെരുവിലേക്ക് ഇറങ്ങുന്ന ഒരു പ്രതികരണങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ പാർട്ടി നേതൃത്വം കഴിഞ്ഞ ദിവസം തന്നെ നിലപാട് വ്യക്തമാക്കിയതാണ്. ദീപദാസ് മുൻഷിയും KPCC അധ്യക്ഷനും സണ്ണി ജോസഫും ഒക്കെ പറഞ്ഞത് സൈബർ ഇടങ്ങളിലല്ല കേരളത്തിലെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നത്. അതിന് പാർട്ടിക്ക് ചിട്ടവട്ടങ്ങളും കീഴ്വഴക്കങ്ങളുമുണ്ട്. അത് വളരെ സുതാര്യമായ നടപടിയാണ്. അതിനപ്പുറത്തേക്ക് സൈബർ ഇടങ്ങളിൽ ഏതെങ്കിലും ഒരു പ്രത്യേക നേതാവിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നടത്തുന്ന പ്രതികരണങ്ങളിൽ കാര്യമില്ല എന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും ഈ യോഗം അവസാനിച്ചതിന് ശേഷം മുതിർന്ന നേതാക്കളും അതോടൊപ്പം MLA-മാരും ഓരോരുത്തരായി പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ആരെ പിന്തുണയ്ക്കുന്നു എന്ന കാര്യം പരസ്യമായി പ്രതികരിക്കാൻ ഒരാളും തയ്യാറാകില്ല. അത് പാർട്ടിയുടെ നടപടിക്ക് വിരുദ്ധമായ ഒരു കാര്യമാണ്. അതുകൊണ്ട് അത്തരത്തിലുള്ള പ്രതികരണം ആരുടെയും ഭാഗത്തു നിന്ന് ഉണ്ടാകില്ല. പക്ഷേ ഒരു കാര്യം വ്യക്തമാണ്, കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതിൽ ഘടകകക്ഷികളുടെ ഭാഗത്തുനിന്ന് അമിതമായ സമ്മർദ്ദം ഉണ്ടാകുന്നുവെന്ന ആക്ഷേപം KC വേണുഗോപാൽ പക്ഷത്തിലുണ്ട്. അതുതന്നെയാണ് മാത്യു കുഴൽനാടന്റെ വാക്കുകളിലൂടെ രാവിലെ പ്രകടമായതും. അതുകൊണ്ട് തന്നെ പാർട്ടിയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഘടകകക്ഷികൾ ഉൾപ്പെട്ടവർ പോലും അനാവശ്യമായി ഇടപെടേണ്ട കാര്യമില്ല എന്ന നിലപാടിലാണ് KC പക്ഷം. ഈ ഹൈക്കമാൻഡ് പ്രതിനിധികൾ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെയ്ക്ക് നൽകാൻ പോകുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും സംസ്ഥാനത്തു നിന്നുള്ള മുതിർന്ന നേതാക്കളെ ഡൽഹിയിലേക്ക് വിളിപ്പിക്കുകയും തർക്കത്തിന് പരിഹാരം കണ്ടുകൊണ്ട് സോണിയാഗാന്ധിയുടെ ഭാഗത്ത് നിന്ന് നിർണായകമായ ഒരു ഇടപെടൽ ഈ വിഷയത്തിൽ ഉണ്ടാകാൻ പോകുന്നത്. ശരി, അതാണ് ഏറ്റവും നിർണായകം. ഹൈക്കമാൻഡ് പ്രതിനിധികൾ ഇന്ന് 63 MLA-മാരുടെയും അഭിപ്രായം തേടുന്നു. അത് എഴുതിയെടുക്കുന്നു. അത് റിപ്പോർട്ടാക്കി ഹൈക്കമാൻഡിന് നൽകുന്നു. അവസാനം ഹൈക്കമാൻഡിൽ നിന്നൊരു തീരുമാനം വരും. ഈ 3 നേതാക്കളോടും ചർച്ച ചെയ്തതിനു ശേഷം ഒരു നിലപാട് ഹൈക്കമാൻഡ് പറയും. അത് VD സതീശൻ അംഗീകരിക്കുമോ എന്നുള്ള കാര്യമാണ് ഇനി സസ്പെൻസായി നിലനിൽക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.